അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്നവനാണ്. കഷ്ടതയുടെ നടുവിൽ നിലവിളിക്കുന്നവനെ, ആശ്രയിക്കുന്നവനെ, യാചിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. നിങ്ങളുടെ ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല. ഈ കഷ്ടതയിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങൾ രുചിച്ചറിയാൻ പോവുകയാണ്. യഹോവ നല്ലവനെന്ന് നിങ്ങൾ പാടി സ്തുതിക്കാൻ പോവുകയാണ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നിലവിളിയെ മറികടന്നു പോകാത്ത ദൈവമാണ്. തൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിൽ നകന്നുപോയ സമയങ്ങളിലെല്ലാം അവർ വലിയ കഷ്ടതയിലൂടെ കടന്നുപോയി. ഈ ദൈവത്തെ വിട്ട് ആരും അകന്നു പോകരുത്. അതൊരു വലിയ കഷ്ടതയാണ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം അതിനെല്ലാം അതിജീവിക്കും. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം വന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലായിരുന്നപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിലെ യഹോവയോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രവാസത്തിലാണെങ്കിലും അകന്നു പോയാലും ദൈവത്തെ വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ നിലവിളിയെ അവൻ മറികടന്ന് പോകത്തില്ല. നിങ്ങൾ എത്ര അകന്നു പോയാലും നിങ്ങളുടെ നിലവിളിക്ക് മുമ്പിൽ അവൻ നിങ്ങളെ തേടി വരുന്ന ദൈവമാണ്, നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിരാശപ്പെടരുത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നോർത്ത് നിരാശപ്പെടാതെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകയറ്റുവാൻ കഴിവുള്ള ദൈവത്തിൽ ഇന്ന് പകൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളുടെ നിലവിളിയെ മറികടന്ന് പോവുകയില്ല. അവനവരെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവം വിടുവിക്കുന്നവനാണ്, ദൈവം സഹായിക്കുന്നവനാണ്. പ്രാർത്ഥനയിൽ തന്നെ തുടരുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് വരെ ദൈവസന്നിധിയിൽ കരയുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.